ഹലോ ഗായ്സ്, എല്ലാവർക്കും ബിഗ് ബോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ മിക്ക യൂട്യൂബേഴ്സ് ഇടുന്ന ഒരു വീഡിയോ ആണ്. അതായത് നമ്മുടെ ജാസ്മിൻ ജാഫറിന്റെ അതായത് ജാസ്മിന്റെ വാപ്പയായ ജാഫറും അതുപോലെ നമ്മുടെ ബിഗ് ബോസിൽ ഇപ്പോൾ ഉള്ള സായി കൃഷ്ണ, അതായത് നമ്മുടെ സീക്രട്ട് ഏജന്റ്. അപ്പോൾ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നതിന് മുന്നേ ആയിട്ട്, അതായത് വൈൽഡ് കാർഡ് ആയിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നതിന് മുന്നേ ആയിട്ട് ഈ ജാസ്മിന്റെ വാപ്പ വിളിച്ചിട്ട് ഈ സീക്രട്ട് ഏജന്റ് അടുത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതായത് മിക്ക യൂട്യൂബേഴ്സും ഈ ഒരു സംഭവം എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ആരും വിചാരിച്ച പോലെ അല്ല സായി കൃഷ്ണ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിരിക്കുന്നത്. ജാസ്മിനൊരു സപ്പോർട്ടായിട്ടാണ് കയറിയിരിക്കുന്നത്. അതിനുള്ളൊരു ഉദാഹരണമാണ് ജാസ്മിന്റെ വാപ്പ തന്നെ നമ്മുടെ സായി കൃഷ്ണനെ വിളിച്ചിട്ട് ഗബ്രിയോട് പറയാനായിട്ട് കുറച്ച് കാര്യങ്ങളും അതുപോലെ ജാസ്മിന്റെ അടുത്ത് പറയാനായിട്ട് കുറച്ച് കാര്യങ്ങളും ഫോണിലൂടെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫോൺ കോൾ ആണ് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ ആ സംഭവം ജസ്റ്റ് എല്ലാരും ഒന്ന് കേട്ടു നോക്കുക. ഈ ഞാനെന്റെ പച്ചയ ഭാഷ സംസാരിച്ചോണ്ടിരുന്നു. അവനോട് അന്തസ്സായിട്ട് പറയാം, നീ അന്തസ്സായിട്ട് ഗെയിം കളിക്കും, അല്ല പെൺപിള്ളേരെ പാവാറത്തിൽ പിടിച്ചോണ്ട് കിടക്കാതെ ഗെയിം കളിച്ച് ജയിക്കാൻ പറ. ആ നായിന്റെ മോളോ അങ്ങനെ ഒന്ന് പറയാമോ? എന്റെ മോനെ പറയണം, നല്ല അന്തസ്സായിട്ട് പറഞ്ഞു ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഗെയിം കളിച്ച് ജയിക്കാൻ പറ. ഗെയിം കളിച്ച് ഞാനിതിനകത്ത് കണ്ടക്ഷനായി കയറുമ്പോ ഞാനിതാണെങ്കിൽ ഇതിന്റെ ഗെയിം ഉണ്ടാവില്ല. അതല്ലേ ആ കാര്യം ഞാൻ അതെന്താണെങ്കിലും ഞാൻ പറയാനുള്ളത് ഞാൻ പറയും. അവ ഉറപ്പാണ്. എങ്ങനെയെങ്കിലും മോന് ഇപ്പൊ എന്റെ മകൾ ജയിക്കണമെന്നോ അല്ലെ ഇതൊന്നും എനിക്കില്ല. പക്ഷെ എങ്ങനെയെങ്കിലും അവന്റെ ആ ഒരു കോമ്പോയിൽ നിന്ന് ഒന്ന് ഞാൻ കാല് പിടിച്ച് പറയാം, ഞാനൊരു വാപ്പാടെ സ്ഥാനത്ത് നിന്ന് പറയാം, അവന്റെ കോമ്പോയിൽ നിന്ന് എങ്ങനെയെങ്കിലും അവനൊന്ന് മാറ്റിത്തരാമെങ്കിൽ ഒരു പറ്റുമെങ്കിൽ കേട്ടല്ലോ സായി പറയുന്നു. അപ്പൊ എല്ലാവരും കേട്ടല്ലോ. ഈ ഒരു വോയിസ് പുറത്തു വിട്ടത് വിവി ഹിയർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ഒരു ആളാണ്. ഈ ഒരു വീഡിയോ, അതായത് ഈ ഒരു ഓഡിയോ, അതായത് ഈ ഒരു കോൾ റെക്കോർഡും കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടത് വിവി ഹിയർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ഒരു പുള്ളിക്കാരനാണ്. അപ്പൊ പുള്ളിക്ക് ഈ ജാസ്മിനും അതുപോലെ സീക്രട്ട് ഏജന്റ് ഒക്കെ ആയിട്ട് അവര് ഫ്രണ്ട്സ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ജാസ്മിന്റെ വാപ്പ ഈ വിവി എന്ന് പറയുന്ന ആ ഒരു ചെറുക്കന്റെ ഫോണിൽ നിന്നാണ് സീക്രട്ട് ഏജന്റിനെ കോൾ വിളിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പുറത്ത് ഗൂഢാലോചന ചെയ്തിട്ടാണ് സായി അകത്തേക്ക് കയറിയത്. അപ്പൊ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പൊ സായി യൂട്യൂബിൽ വീഡിയോസ് ഇടാറുണ്ട്. സായിയുടെ ചാനൽ, അതായത് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ചാനലിൽ വീഡിയോസ്, ബിഗ് ബോസിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടതില് ജാസ്മിനെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോയെ ഭയങ്കരമായിട്ട് പൊക്കിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസിനകത്തേക്ക് കയറി ആ ദിവസം തന്നെ ചെന്നിട്ട് ജാസ്മിന്റെ അടുത്ത് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അത് അപ്പൊ തന്നെ നമ്മുടെ ബിഗ് ബോസിന്റെ കണ്ണിൽ പെടുകയും അപ്പൊ തന്നെ നമ്മുടെ സീക്രട്ട് ഏജന്റിന് വാണിംഗ് കൊടുത്തു. പിന്നത്തെ ആഴ്ച ലാലേട്ടൻ വന്നപ്പോ അതെന്തോ വാണിംഗോ എന്തൊക്കെയോ ശിക്ഷകളോ ഒക്കെ കൊടുത്തു. അതൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ സീക്രട്ട് ഏജന്റ് എന്ത് വൃത്തികെട്ടവനാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. സ്വന്തം, അതായത് ജാസ്മിന്റെ വാപ്പ, പുള്ളി അങ്ങനെ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. പുള്ളിയുടെ മകള് ഇങ്ങനെയുള്ള റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് ഇത്രയും നെഗറ്റീവ്, അതായത് ഈ ഒരു ഷോയിൽ ലൈവായിട്ട് നടക്കുന്ന ഈ ഒരു പരിപാടിയിൽ ഇത്രയും വൃത്തികേട് കാണിക്കുമ്പോൾ അത് പുറത്ത് എത്രത്തോളം നെഗറ്റീവ് ആണെന്നുള്ളത് ആ ഒരു അച്ഛനും മക്കും എത്രത്തോളം സങ്കടം ഉണ്ടാവും. അപ്പൊ അവരതില് നമ്മുടെ ഗബ്രിയെ ഭയങ്കര ചീത്ത എന്തറിയൊക്കെ പറയുന്നുണ്ട്. ഇതിൽ ഗബ്രിയെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ ഗബ്രി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ അളവിൽ തന്നെ ജാസ്മിനും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗബ്രി വിചാരിച്ച എന്തുവാ, ഇങ്ങനെ ഒരു കോംബോ നാടകം, അതായത് ഇങ്ങനെ ഒരു കോംബോ കാണിക്കുവാണെങ്കിൽ അത് പുറത്ത് ഹിറ്റ് ആകും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു കോംബോ തുടങ്ങിയത്. പക്ഷെ ഇവര് കോംബോ കളിച്ചു വന്നപ്പോ അത് വേറെ പല രീതിയിലോട്ടായി. അതായത് ഭയങ്കര എന്താ പറയാ, നമുക്കത് പറയാൻ തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. വേറെ പല രീതിയിലോട്ടുമായി. അത് പ്രേക്ഷകരുടെ കണ്ണിൽ അത് കോംബോ ആയിട്ടല്ല തോന്നിയത്, വേറെ വൃത്തികെട്ട രീതിയിലാണ് തോന്നിയത്. അപ്പൊ ആ കോംബോ ഭയങ്കരമായിട്ട് മോശമായിട്ടാണ് പുറത്ത് പ്രചരിച്ചതും. അപ്പൊ അത് കണ്ടപ്പോ സ്വന്തം അച്ഛനും അമ്മക്കും എത്രത്തോളം സങ്കടം ഉണ്ടാകും. കാരണം മകൾ ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ പോയി ഇങ്ങനെ വൃത്തികേടുകൾ കാണിക്കുന്നു, പുറത്തെ ആൾക്കാരും നാട്ടുകാരും ഒക്കെ വൃത്തികേടുകൾ മോളെ കുറിച്ച് പറയുന്നു. അപ്പൊ ഏതൊരു അച്ഛനും അമ്മക്കും ഉണ്ടാവുന്ന ഒരു വികാരം പുള്ളിക്ക് ഉണ്ടായ, പുള്ളി അത് നമ്മുടെ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസിലേക്ക് കയറാൻ പോവാണെന്ന് അറിയുന്നു. അപ്പൊ സീക്രട്ട് ഏജന്റിനെ വിളിച്ചിട്ട് പറയുന്നു ഇന്ന പോലെയൊക്കെയാണ്, അവളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ അവന്റെ അടുത്തും പറഞ്ഞു കൊടുക്കണം, ഒറ്റയ്ക്ക് ഗെയിം കളിക്കുക, അല്ലാതെ കണ്ട പെൺപിള്ളേരുടെ പാവാടത്തുമ്പിൽ നടക്കണ. അങ്ങനെ ഗബ്രിയെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഗബ്രി ഓൾറെഡി നേരത്തെ തന്നെ പറഞ്ഞു, എനിക്ക് കല്യാണം കഴിക്കാനൊന്നും താല്പര്യമില്ല, എനിക്ക് ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ആണ്. ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു എങ്കിൽ അങ്ങനെ ഒരു റിലേഷൻ അവർ അവിടെ കാണിക്കണാണ്. ഇത് ഫ്രണ്ട്ഷിപ്പും അല്ല, ലവും അല്ല, അതിന് വേറെ പേരാണ് പറയേണ്ടത്. അത് പറയാൻ ഞാൻ അത് പറയുന്നില്ല. അത് നമ്മൾ പ്രേക്ഷകരെല്ലാരും കണ്ടതാണ്. 50 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഗബ്രി പുറത്ത് പോവുകയും ചെയ്തു.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിന്റെ വാപ്പയുടെ മുന്നിൽ അങ്ങനെ ഗബ്രി ചെന്ന് പെടുവാണെങ്കിൽ അടിച്ച് മോന്ത പൊളിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. കാരണം ഇപ്പൊ ഗബ്രി പുറത്തായതിനു ശേഷവും എല്ലാ ചാനലിലും പോയിട്ട് ഇന്റർവ്യൂ കൊടുക്കുക. ഞങ്ങൾ കെട്ടിപ്പിടിച്ചതും ഉമ്മ വെച്ചതും ഒന്നും ആ സെൻസിലേ അല്ല, ഞങ്ങള് ജസ്റ്റ് ഫ്രണ്ട്സ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവൻ ചെയ്യാനുള്ള വൃത്തികേടുകളെല്ലാം ബിഗ് ബോസിൽ ഇരുന്ന് രണ്ടുപേരും കൂടി ചെയ്തു. എന്നിട്ട് പുറത്ത് വന്നിട്ട് അവൻ പറയുന്നത് ഞാൻ ചെയ്തത് അങ്ങനെയല്ല, ഞാൻ ചെയ്തത് ഇങ്ങനെയാണ്. ഇതെല്ലാം കണ്ട കാഴ്ചക്കാർ, അതായത് പ്രേക്ഷകരുടെ കണ്ണിനാണ് കുഴപ്പം എന്നാണ് ഗബ്രി പറയുന്നത്. അത് ഗബ്രിയുടെ ഭാഗമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇനിയിപ്പോ ജാസ്മിൻ പുറത്ത് വന്നതിന് ശേഷം അടുത്ത എന്തൊക്കെ നാടകങ്ങളാണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പൊ എന്തായാലും ഇപ്പൊ നാണം കെട്ടിരിക്കുന്നത് നമ്മുടെ സീക്രട്ട് ഏജന്റ് ആണ്. കാരണം സീക്രട്ട് ഏജന്റിന്റെ വൈഫായ സ്നേഹ കഴിഞ്ഞ ദിവസം അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് അങ്ങനെ ഒരു സംഭവം ഇല്ല. അതായത് നമ്മുടെ സിബിനും ആരെയും കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു ലൈവ് ഇട്ടിട്ടുണ്ട്. അതായത് ഈ ജാസ്മിന്റെ വാപ്പായെയും ഉമ്മയെയും എയർപോർട്ടിൽ വെച്ച് കാണുന്നു, അവിടെ വെച്ച് അവർ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു. അപ്പോ ആ ഒരു സമയത്ത് ഈ ജാസ്മിന്റെ വാപ്പ പറഞ്ഞു എന്ന് ഈ വൈൽഡ് കാർഡായിട്ട് നമ്മുടെ സായി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നതിന് മുന്നേ ജാസ്മിന്റെ വാപ്പ തന്നെയാണ് പറഞ്ഞത് ജാസ്മിന്റെ അടുത്ത് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ള ഒരു സംഭവം നമ്മുടെ സിബിൻ പറഞ്ഞിരുന്നു. അപ്പൊ അതിന് നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഇല്ല, സായിനെ ആരും പിടിച്ചിട്ടുമില്ല, സായിയുടെ അടുത്ത് ആരും ഒന്നും പറഞ്ഞിട്ടുമില്ല, എല്ലാരും ഇല്ലാ കഥകൾ പറയുക, തെളിവ് കാണിക്കാൻ പറഞ്ഞു. അപ്പൊ ദേ ആ ചെറുക്കൻ വിവി ഹിയർ എന്ന് പറയുന്ന ആ യൂട്യൂബ് ചാനലിലെ ചെറുക്കൻ തെളിവ് കൊണ്ടുവന്ന്, കോൾ റെക്കോർഡർ ആയിട്ടുള്ള തെളിവ് കൊണ്ടുവന്നു. ഇനിയിപ്പോ സ്നേഹയ്ക്ക് എന്താണോ പറയാനുള്ളത്? സ്വന്തം ഭർത്താവിനെ അങ്ങോട്ട് വെളുപ്പിക്കാൻ നോക്കുകയാണ്. ഇനിയിപ്പോ സീക്രട്ട് ഏജന്റിനെ എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും അത് നടക്കത്തില്ല. കാരണം പുള്ളി ഒരു സത്യസന്ധനായ അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനായിരുന്നെങ്കിൽ നമുക്കത് ഓക്കെ. ഇത് ഈ ബിഗ് ബോസിൽ കയറുന്നതിന് മുന്നേ കാറിനകത്തിരുന്ന് കണ്ടവന്റെ കുറ്റം മൊത്തം പറഞ്ഞ് കാശുണ്ടാക്കി അരിമേടിച്ച് തിന്ന ആളാണ് ഈ അണ്ണൻ. എന്നിട്ട് ഇപ്പൊ പുള്ളി അതിനകത്ത് കയറിയിട്ട് എന്തോ സത്യസന്ധം കളിയാണ്. അപ്പൊ ജാസ്മിനെ വെളുപ്പിക്കാനുള്ള തന്ത്രമായിട്ടാണ് അതിനകത്തോട്ട് കയറിയത്. ഇപ്പോഴും ഇന്നാണെങ്കിലും ഈ ജാസ്മിനും ഈ സീക്രട്ട് ഏജന്റും കൂടി ജിൻഡോയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുന്നത് നമ്മൾ വളരെ വ്യക്തമായിട്ട് രാവിലത്തെ ലൈവിൽ കണ്ടതാണ്. അതിന്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായി. അപ്പൊ അതില് ഈ സായി കൃഷ്ണൻ പറയുന്നുണ്ട്, ജിൻഡോ ഞാൻ വന്നപ്പോ എന്റെ അടുത്തൊന്നും മുട്ടാൻ നോക്കി, പക്ഷെ ഞാൻ നല്ല വാണിംഗ് കൊടുത്തതിൽ പിന്നെ ജിൻഡോ എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല, ഇതുവരെ എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ജിൻഡോയ്ക്ക് എന്നെ പേടിയാണെന്ന്. നാണമുണ്ടോ ഈ അരിയണ്ണൻ ഇങ്ങനത്തെ വൃത്തികെട്ട അല്ല ഇങ്ങനത്തെ ബോധമില്ലാത്ത വർത്താനം പറയാൻ? ജിൻഡോ എന്താണ് ഈ അരിയണ്ണനെ പേടിക്കുന്നത്? ജിൻഡോ ഒരു പേടിയില്ലാതെ അവിടെ സത്യസന്ധമായി നിന്ന് കളിച്ചതുകൊണ്ടാണ് ഇന്നും ജിൻഡോയ്ക്ക് ഇത്രയും ജനലക്ഷങ്ങള് സപ്പോർട്ട് ചെയ്ത് ജിൻഡോ അവിടെ നിൽക്കുന്നത്. അല്ലാതെ അരിയണ്ണനെ പോലെ വൃത്തികേട് കാണിച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ, എനിക്ക് പറയാൻ വാക്കുകൾ പോലും കിട്ടുന്നില്ല. എന്നിട്ട് ഈ അരിയണ്ണനും ജാസ്മിനും കൂടി ഇരുന്നുകൊണ്ട് ജിൻഡോയെ കുറ്റം പറയുക. എന്നിട്ട് ഈ അരിയണ്ണൻ പറഞ്ഞതാണ്, അതായത് ജിൻഡോ ഉടനെ വീഴുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് നോമിനേഷനിൽ ജിൻഡോയുടെ പേര് വന്നിട്ടില്ല. ഈ പറയുന്ന ജാസ്മിനും സായിയും ബാക്കി എല്ലാരും ഉണ്ട്, 1-2 പേര് നമ്മുടെ നോമിനേഷനിലില്ല. അതിൽ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ജിൻഡോ. ദൈവത്തിന്റെ ആ ഒരു ശക്തി എത്രത്തോളം, അല്ലെങ്കിൽ സത്യസന്ധമായി അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് പുള്ളിക്ക് അങ്ങനെ ഒരു വിജയം. അതായത് ഇത്രയും ആഴ്ചകളിൽ നോമിനേഷനിൽ നമ്മുടെ ജിൻഡോ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ആഴ്ച അവസാന നോമിനേഷൻ ആയാലും ഈ ആഴ്ചയിൽ നമ്മുടെ ജിൻഡോയെ ആരും തന്നെ നോമിനേറ്റ് ചെയ്തില്ല. അപ്പൊ എന്തായാലും അതിൽ നമുക്ക് വളരെയധികം സന്തോഷം. ഇനിയിപ്പോ ജിൻഡോ നോമിനേഷനിൽ വന്നാലും നമ്മൾ പ്രേക്ഷകർ ഒരു കാരണവശാലും ജിൻഡോ പുറത്തു പോകാൻ നമ്മൾ അനുവദിക്കില്ല. കാരണം നമ്മുടെ പ്രേക്ഷകരുടെ ഫുൾ സപ്പോർട്ടും വോട്ടും എല്ലാം ജിൻഡോയ്ക്കുണ്ട്. എന്തായാലും നമുക്ക് സന്തോഷം. കാരണം നമ്മുടെ ജിൻഡോ ആ ഒരു പഴയ രീതിയിലേക്ക് ആ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരികയാണ്. അതിൽ നമുക്ക് സന്തോഷം. പിന്നെ നോമിനേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗെയിമിലും കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ജിൻഡോയ്ക്ക് കളിക്കാൻ പറ്റുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ ഭാര്യയായ സ്നേഹ ഇന്ന് ഇപ്പൊ വീഡിയോയിൽ വന്നിട്ട് പറയുന്നുണ്ട്, ജാസ്മിൻ അവിടെ ഇന്നത്തെ ഒരു ടാസ്കിൽ ജയിച്ചിരുന്നു, നമ്മളത് കണ്ടതാണ് ലാലേട്ടൻ എപ്പിസോഡില്. അപ്പൊ സ്നേഹ പറയാണ് അത് ജാസ്മിൻ നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ടാണ്, അതിന് ആർക്കും ദേഷ്യം തോന്നിയിട്ടോ അല്ലെ ഒന്നും കാര്യമില്ല, അവിടെ ഒരു കള്ളക്കളിയും നടത്തിയിട്ടില്ല. ജാസ്മിൻ അവിടെ നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടാണ് ആ കുട്ടി ജയിച്ചത്. അത് നിങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് കണ്ടവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിനെ വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട്. സീക്രട്ട് തന്നെ ഭാര്യയല്ല, അപ്പൊ പിന്നെ അങ്ങനെ വരത്തുള്ളൂ. കാരണം ഓൾറെഡി നമ്മുടെ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസിലേക്ക് കയറിയിരിക്കുന്നത് നമ്മുടെ ജാസ്മിന്റെ എന്താ പറയുക സപ്പോർട്ടറായിട്ടാണ് കയറിയിരിക്കുന്നത്. അപ്പൊ പിന്നെ ഭാര്യയ്ക്കും ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാതെ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ജാസ്മിനെ വെളുപ്പിക്കാൻ സീക്രട്ട് ഏജന്റിന്റെ ഭാര്യ സ്നേഹയും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇപ്രാവശ്യം നോമിനേഷനിലുണ്ട്. അപ്പോ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത ആഴ്ച, അതായത് ഈ ആഴ്ചത്തെ വീക്കെൻഡില് പുറത്തു പോകാൻ പോകുന്നത് സായി എന്തായാലും പോകുന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. കാരണം വാഴ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു മരവാഴ, അതായത് സത്യം പറഞ്ഞാൽ ഞാൻ പറയുക, ആഹാരം കഴിക്കാനും കണ്ടവന്റെ കുറ്റം പറയാനും നുണ പറയാനും വേണ്ടി മാത്രം വാതിറക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സായി എന്ന് എനിക്ക് ഇപ്പൊ നല്ല ബോധ്യമായി. കാരണം ഇന്നത്തെ ആ ഒരു ലൈവ് കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായി.
അപ്പൊ ഈ ഒരു വിഷയത്തെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരും.